ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് വാഹനത്തിൽ മാക്സിമം റേഞ്ച് പിടിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് ഒരു ഇലക്ട്രിക് വാഹനം ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒഴിവാക്കണം, അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന കുറച്ച് പൊടിക്കൈകൾ, ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഞാൻ എയ്തർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എയ്തർ വെച്ചുകൊണ്ടൊരു ഡെമോൺസ്ട്രേഷനായിട്ട് സിമിലർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന പോലെ ആ വീഡിയോക്ക് വളരെ നല്ലൊരു റെസ്പോൺസ് ആണ് കിട്ടിയത്. ഒരുപാട് റെസ്പോൺസ് കിട്ടിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്ത എല്ലാവർക്കും 100% റിസൾട്ട് കിട്ടി, അല്ലെങ്കിൽ അവരുടെ റേഞ്ച് ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളത് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ തരട്ടെ. നിങ്ങൾ ഈ പറയുന്ന പോലെ റൈഡ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. അതായത് നല്ല സ്പീഡിൽ ഓടിക്കും, നല്ലപോലെ കാല് കൊടുത്ത് ആളുകളെയൊക്കെ ഓവർടേക്ക് ചെയ്ത് വെട്ടിച്ച് ആ അഡ്രിനാലിൻ റഷ് എക്സ്പീരിയൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് നിങ്ങൾ എക്സൈറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളൊരു EV എടുത്താൽ ഒരു 500 കിലോമീറ്റർ റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ വളരെ റാഷായിട്ടാണ് ഓടിക്കുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ആ പറയുന്നതിൻ്റെ ഒരു 70 or 60 ഓർ ഈവൻ വേഴ്സ് ആണെങ്കിൽ അതിലും താഴെ റേഞ്ച് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ അത്യാവശ്യത്തിന് നമ്മൾ എവിടെയെങ്കിലും പോകുന്നു, അല്ലെങ്കിൽ കൺസർവേറ്റീവായിട്ട് ഓടിക്കുന്ന, റേഞ്ചിന് വേണ്ടി ഓടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു അത്യാവശ്യത്തിന് നമുക്കൊരു സ്ഥലത്ത് എത്തണം, 200-250 കിലോമീറ്റർ ഉണ്ട്, അത് എനിക്ക് ഓടിച്ചെത്താൻ സാധിക്കും എന്ന റേഞ്ച് ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് അവരുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തുകൊണ്ട് റേഞ്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം അങ്ങനത്തെ ആളുകൾക്കായിരിക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ. ഞാൻ ഗ്യാരണ്ടി തരികയാണ്, നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 100% നിങ്ങളുടെ റേഞ്ച് ഇമ്പ്രൂവ് ചെയ്തിരിക്കും. ഇപ്പോൾ ഒരു IC ആണെങ്കിലും EV ആണെങ്കിലും EVയിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈ പറയുന്ന പോലെ ചാർജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്യൂവൽ അടിച്ചിട്ട് പോകാനൊന്നും പറ്റില്ല. അതിന് അതിൻ്റെതായ ടൈം എടുക്കും. IC ആകുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ മൈലേജ് കുറച്ച് കുറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് പെട്രോൾ അടിച്ച് പോകാം. അപ്പോൾ EVയുടെ കേസിൽ ഈ ഒരു റേഞ്ച് ആങ്സൈറ്റി ഭയങ്കരമായിട്ട് പലർക്കും ഫീൽ ചെയ്യും, എസ്പെഷ്യലി വണ്ടി എടുത്ത് തുടങ്ങിയ ആളുകൾക്ക് എല്ലാവർക്കും. ഈവൻ എനിക്കും ഉണ്ടായിരുന്ന ഏതർ എടുത്ത ടൈമിൽ റേഞ്ച് ആങ്സൈറ്റി, വിൻസർ എടുത്ത ടൈമിലേക്ക് എനിക്കില്ല. കാരണം അപ്പോഴത്തേക്ക് ഞാൻ ഒരു EV എങ്ങനെ ഓടിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് കൂടുതലായിട്ട് അഡാപ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇൻ ദ സെൻസ് നമ്മൾ പോകാൻ പോകുന്ന റൂട്ട്, അതിൻ്റെ ജോഗ്രഫി നമുക്ക് പറയാൻ പറ്റില്ല. കയറ്റങ്ങൾ, ഇറക്കങ്ങൾ, ബ്ലോക്ക്, ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ടെമ്പറേച്ചർ, ഇതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ആക്സിലറേഷൻ, നമ്മൾ എങ്ങനെ ത്രോട്ടിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നല്ലപോലെ കാല് ചവിട്ടി കൊടുത്ത് വിടണ ഒരാളാണെങ്കിൽ നല്ലപോലെ കറണ്ട് വലിച്ചെടുക്കും. പെട്രോൾ വാഹനമാണെങ്കിൽ കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ചെയ്യും, കൂടുതൽ എനർജി വേണം. അതല്ല മയത്തിൽ പോകുന്ന ഒരാളാണെങ്കിൽ അത്രയും കുറവ് എനർജി മതി. ഒരു മയത്തിൽ ഓടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ചുരുക്കി പറയുകയാണെങ്കിൽ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വാഹനം ഇലക്ട്രിക് 2 വീലർ ആവട്ടെ, 3 വീലർ ആവട്ടെ, 4 വീലർ ആവട്ടെ, അതിൻ്റെ സ്ക്രീനിലേക്ക് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന ടൈമിൽ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ നമുക്ക് അതിനനുസരിച്ചൊരു ഗ്രാഫിക്സ് കിട്ടും. ഇപ്പോൾ വിൻസർ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ആരോ പോലെ ഇങ്ങനെ ചെയ്തിട്ട് പവർ എന്ന് പറഞ്ഞിട്ടൊരു കിലോവാട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് കിലോവാട്ട് ഇങ്ങനെ കയറി വരും. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ മയത്തിൽ കാല് കൊടുക്കുമ്പോൾ ഒരു 2, 3, 5 കിലോവാട്ട് നല്ലപോലെ കാല് കൊടുത്താൽ ഒരു 40, 50 നല്ലപോലെ വണ്ടീനെ പുഷ് ചെയ്താൽ കിലോവാട്ട് ഇങ്ങനെ അടിച്ച് കയറും. അതായത് അത്രയും പവർ വണ്ടി എടുക്കുകയാണ്, അത്രയും എനർജി നമ്മുടെ വണ്ടി കൺസ്യൂം ചെയ്യണം. അപ്പോൾ നിങ്ങളെപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ കൺസർവേറ്റീവ് ആയിട്ട് ഓടിക്കുക, റേഞ്ച് വേണമെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ കാണിക്കുന്ന ആ ഗ്രാഫിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ടാറ്റയുടെ എനിക്ക് ഓർമ്മയുണ്ട്, പഴയ നെക്സോൺ വണ്ടിയിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു ഗ്രാഫ് വരും. അതായത് നമുക്കൊരു എക്സ് ആക്സിസ് ഉണ്ട്, താഴേക്ക് റീജൻ, മേളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ത്രോട്ടിൽ. അപ്പോൾ ത്രോട്ടിൽ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒരു ഗ്രാഫ് കയറും. റീജൻ ആണെങ്കിൽ അത് താഴേക്ക് പോകും. വിൻസറിലാണെങ്കിലും റീജൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ ഫിഗേഴ്സ് മൈനസ് എന്നുള്ള ഇതിലേക്ക് വരും. അതുപോലെ തന്നെ സിട്രോണിൻ്റെ വാഹനമാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കട്ടയായിട്ടാണ്. ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആ കട്ട മുമ്പോട്ട് ഇങ്ങനെ പോകും, റീജനിലേക്ക് പോകുമ്പോൾ ആ കട്ട ഒരു ലൈനിൻ്റെ ബാക്കിലേക്ക് പോകും. അത് നമ്മുടെ വണ്ടിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കുറച്ച് ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ലപോലെ കാല് കൊടുക്കുമ്പോൾ ഗ്രാഫിൽ കാണിക്കുന്നത്, കാല് കുറച്ച് കൊടുക്കുമ്പോൾ അതിൽ കാണിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോട്ടിൽ വളരെ ജെന്റ്ലി അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് ഓടിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നു, നമുക്കിപ്പോൾ അത്യാവശ്യമുള്ള കേസിൽ ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു ഇതല്ല ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇത് റേഞ്ച് ആങ്സൈറ്റി ഉള്ളവർക്ക്, റേഞ്ച് പിടിക്കേണ്ട ആളുകൾക്കുണ്ട്. അപ്പോൾ നമ്മളൊരു വണ്ടിയിൽ കയറിയിരുന്നു, 0 to 50 നമ്മൾ
ചവിട്ടി പിടിച്ച് അങ്ങോട്ട് വിത്തിൻ സെക്കൻഡ്സ് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കറണ്ട് കൂടുതൽ കൺസ്യൂം ചെയ്യും. അതേസമയം നമ്മൾ ഒരു മയത്തിൽ തുടങ്ങി പയ്യാണ് 0 to 50 എത്തിക്കുന്നതെങ്കിൽ അത്രയും കറണ്ട് കുറച്ച് എടുക്കുകയുള്ളൂ, നമുക്ക് ബാറ്ററി അത്രയും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ത്രോട്ടിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബി ജെന്റിൽ ഓൺ യുവർ ത്രോട്ടിൽ. പറ്റുകയാണെങ്കിൽ വളരെ ക്ഷമയോടുകൂടെ ഓടിക്കുക. ഏറ്റവും കൂടുതൽ റേഞ്ച് ഞാൻ ഇൻ പ്രാക്ടിക്കൽ റിയൽ ലൈഫ് കണ്ടേക്കുന്നത് 45-50 kmph സ്പീഡിലൊക്കെയാണ്. 2-വീലറൊക്കെ ആകുമ്പോൾ 25 പോയാൽ നല്ലത് കിട്ടും, പക്ഷെ അത് നമുക്ക് അത്ര പ്രാക്ടിക്കൽ അല്ല. കാറുകൾ എടുത്താലും ഈ 45-50 അത്ര പ്രാക്ടിക്കൽ അല്ല എങ്കിലും സിറ്റിയിൽ നമുക്കത് വലിയ പ്രശ്നമില്ല. ഹൈവേ ഒക്കെ ആകുമ്പോൾ ഒരു 60-70 ഒക്കെയാണ് ഞാൻ മാക്സിമം നല്ല റേഞ്ചിന് കണ്ടിരിക്കുന്ന ഒരു സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡിനേക്കാൾ ഉപരി ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രാഫിൽ കാണിക്കുന്ന നമ്മുടെ ത്രോട്ടിൽ എത്രത്തോളം പവർ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ പോയിന്റ്. ഇപ്പോൾ ഒരു മയത്തിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കാൻ ശ്രമിക്കും. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ആണ്. സോ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ അല്ലാതെ സഡൻ ബ്രേക്കിംഗ് നമ്മൾ ഒഴിവാക്കുക. അതായത് നമ്മുടെ ബ്രേക്ക് ചവിട്ടുന്ന പരിപാടി തന്നെ ഒഴിവാക്കുക. വണ്ടിയിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്, റീജൻ ഓൺ ആക്കി ഇടാം. സിറ്റിയൊക്കെ ആണെങ്കിൽ ഹെവിയിലേക്ക് ഇടാം. അതായത് റീജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ മോട്ടർ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ മോട്ടറായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ കാലെടുക്കുമ്പോഴത്തേക്ക് ഇതൊരു ജനറേറ്റർ പോലെ തിരിച്ച് നമ്മുടെ ബാറ്ററിയെ ചാർജ് ചെയ്യുകയാണ് ചെയ്യുക. അത്ര ഭയങ്കര പവർഫുൾ അല്ല എങ്കിൽ പോലും ചില വണ്ടികൾ നല്ല പവർഫുൾ ആയിട്ട് തന്നെ തിരിച്ച് റീചാർജ് ആവുന്നുണ്ട് വണ്ടികൾ. നമ്മൾ വണ്ടി കൊണ്ടുപോയി DC കുത്തി ചാർജ് ആവുന്ന ആ പവർ അല്ല, എന്നാലും റീജൻ വളരെ വളരെ യൂസ്ഫുൾ. നമുക്ക് റേഞ്ച് മാക്സിമം കിട്ടാൻ സഹായിക്കും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ സിറ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിർത്തി പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ മേ ബി ഹെവി റീജൻ ഇടാം. ഹെവി റീജൻ ഇട്ടാൽ നമ്മൾ ത്രോട്ടിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി സ്ലോ ആവുമ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ കാണാൻ സാധിക്കും റീജൻ വർക്ക് ആവുന്നുണ്ട്, ബാറ്ററി തിരിച്ച് ചാർജ് ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റേഞ്ച് കൂടും. നമ്മൾ ഒരേ റൂട്ടിൽ തന്നെ നമ്മൾ പല സിറ്റുവേഷൻ അനുസരിച്ച് മാറി റീജൻ ഇട്ടും ഇല്ലാതെ ഓടിച്ചാൽ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ റീജനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മൾ ഇറങ്ങി ഡൗൺ ഹില്ല് വരുന്ന ടൈമാണ്. കയറ്റങ്ങൾ കയറുമ്പോൾ റീജനൊക്കെ ഓഫാക്കി ഇടാൻ ശ്രമിക്കുക. ഹൈവേയിലൊക്കെ ഈ പറയുന്ന പോലെ റീജൻ ഏറ്റവും ലോ അല്ലെങ്കിൽ ഓഫ് ഇട്ട് കഴിഞ്ഞാൽ നല്ല റേഞ്ച് കിട്ടുന്നതായിട്ട് ഒരുപാട് പേര് പറയാറുണ്ട്. പക്ഷേ എനിക്ക് വലിയ ഡിഫറൻസ് സത്യം പറഞ്ഞാൽ ഹൈവേയിൽ തോന്നിയിട്ടില്ല. ഹെവി റീജനുള്ളപ്പോഴും എനിക്ക് നല്ല റേഞ്ച് കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഹയസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പേഴ്സണൽ ബെസ്റ്റ് ഈസ് ലൈക്ക് 50% കൊണ്ട് 200 കിലോമീറ്റർ വിൻസറിൽ. അത് ഈ പറയുന്ന പോലെ വിത്ത് AC ആണ്, വിത്തൗട്ട് AC അല്ല. ഒരു 50, 60, 70 കിലോമീറ്റേഴ്സ് അത്യാവശ്യം ഓവർടേക്കിംഗ് വിത്ത് ഹെവി റീജൻ, അതുപോലെ തന്നെ നോർമൽ മോഡ്. അപ്പോൾ റീജൻ ഒക്കെ മാക്സിമം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമുക്കുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റേഞ്ച് കൂടും, രണ്ട് നമ്മുടെ ബ്രേക്ക് പാഡിൻ്റെ വെയർ ഭയങ്കരമായിട്ട് കുറയും. റീജൻ ബാറ്ററിക്ക് അത്ര നല്ലതല്ല ഇൻ ലോങ് ടേം എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും അത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് അറിഞ്ഞത്. റീജൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റിയിടാം. ഏറ്റവും നല്ലത് ഡൗൺ ഹില്ല് പോകുമ്പോൾ ഹെവി റീജനാണ്. കാരണം ഞാൻ പറയാം, ഞാൻ ഇവിടുന്ന് എറണാകുളം ടു മൂന്നാർ പോയപ്പോൾ കയറ്റം ആയതുകൊണ്ട് ലോ റീജൻ ഇട്ടു. കാരണം നമ്മളിങ്ങനെ കയറുമ്പോഴത്തേക്ക് ആക്സിലേറ്ററിൽ നിന്ന് എന്തായാലും പയ്യെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് വണ്ടി വലിക്കുക, അപ്പോൾ അവിടെ എനർജി വേസ്റ്റാണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഓഫാക്കി ഇട്ടു. അപ്പോൾ 1% 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററൊക്കെ ഓടിയുള്ളൂ. സാധാരണ ഓടുന്നതിൻ്റെ നേരെ പകുതി അല്ലെങ്കിൽ 1/3. എന്നാൽ നമ്മൾ തിരിച്ച് മൂന്നാർ ടൗണിൽ നിന്ന് തിരിച്ചു വരാൻ നേരം നമ്മൾ ഫുള്ള് റീജനിലാണ് വന്നത്. അതായത് ഫുൾ ഇറക്കമാണ്. നമ്മൾ ഹെവി റീജൻ ഇടുക, ആക്സിലറേറ്റർ പോലും കൊടുക്കണ്ട. മേ ബി തുടക്കത്തിൽ ഒരു ഇച്ചിരി കൊടുത്താൽ പിന്നെ വണ്ടി അങ്ങടെ ഇറങ്ങിക്കോളും. ഇറങ്ങി കഴിഞ്ഞിട്ട് ഉള്ള ഏറ്റവും വലിയ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, റീജൻ കാരണം നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ 90% ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ താഴെ എത്തുമ്പോഴത്തേക്കും അത് 95 ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നമ്മുടെ റേഞ്ച് കുറഞ്ഞിട്ടില്ല, പകരം റേഞ്ച് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതാണ് റീജൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രേക്കിംഗ് ചെയ്യാനായിട്ട് മാക്സിമം റീജൻ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. എന്ന് കരുതി ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ബ്രേക്ക് ചവിട്ടേണ്ട അടുത്ത് കൊണ്ടുവന്നിട്ട് റീജൻ വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. പിന്നെ റീജൻ നമ്മൾ ശ്രദ്ധിക്കണം. റീജൻ കൊടുക്കുന്ന ടൈമിൽ ബാക്കിൽ ലൈറ്റ് കത്തുന്നുണ്ട് ശ്രദ്ധിക്കണം. ചില വണ്ടികൾ ഭയങ്കര പവർഫുൾ റീജനാണ്, പുറകിൽ വരുന്ന വണ്ടിക്ക് റീഡ് പോലും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ആക്സിഡൻസിലായിട്ടൊക്കെ പോകും. അതാണ് രണ്ടാമത്തെ കേസ്. അപ്പോൾ ആക്സിലറേഷൻ കഴിഞ്ഞു, നമ്മുടെ ബ്രേക്കിംഗ് കഴിഞ്ഞു. ഇനിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടയർ പ്രഷർ എപ്പോഴും ഒപ്റ്റിമലായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കമ്പനി ഒരു ടയർ പ്രഷർ പറഞ്ഞിട്ടുണ്ടാവും, ആ ഒരു ടയർ പ്രഷർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കമ്പനി ഒരു ടയർ പ്രഷർ പറയുന്നത് വെറുതെ അല്ല, നമ്മുടെ ടയർ ബ്രാൻഡ് തന്നെ ഇത്ര ഇപ്പോൾ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് മാക്സിമം ലൈഫ് കിട്ടുക, ഗ്രിപ്പ് കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് പറയുക. ദിസ് ഈസ് നോട്ട്, ഇത് നമ്മൾ ഫോളോ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കറിയാം പല ആളുകളും ഈ പറയുന്ന പോലെ
36 കമ്പനി പറഞ്ഞാൽ 36 അടിക്കുമ്പോഴത്തേക്കും കുറച്ച് ബമ്പിയാണ് റൈഡ് എന്ന് പറഞ്ഞിട്ട് 34 ഇടുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ മേ ബി നെഗ്ലിജിബിൾ ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസ് ഒക്കെ റേഞ്ചിൽ വരാം. പക്ഷെ എപ്പോഴും കമ്പനി പറയുന്ന റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിന് മേലേക്കും അതിൽ നിന്ന് ഒരുപാട് താഴേക്കും പ്രഷർ പോകാതിരിക്കാൻ ശ്രമിക്കുക. അതും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് നൈട്രജനാണ്. എനിക്ക് എയറിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നിയത്. ഐ മീൻ എയറിൽ 80% നൈട്രജനാണ്. എന്നിരുന്നാൽ പോലും പ്യുവർ നൈട്രജനാണ് എനിക്ക് കുറേ കൂടെ ബാറ്ററി ഇല്ല ടയർ ലൈഫിനൊക്കെ നല്ലത്. പക്ഷെ അതല്ല നമ്മുടെ ടോപ്പിക്ക്. സോ ടയർ പ്രഷർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. പിന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ്. നമുക്കിപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ എനിക്ക് ഒരു 10 കിലോഗ്രാം ഈസി ആയിട്ട് പൊക്കാൻ പറ്റും എന്ന് വിചാരിക്കാം. എനിക്കൊരു 20 കിലോഗ്രാം പൊക്കാൻ തന്നു കഴിഞ്ഞാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പൊക്കി അത്ര എനർജി ഞാൻ ജനറേറ്റ് ചെയ്യണം, പവർ ഞാൻ ജനറേറ്റ് ചെയ്യണം. അത് തന്നെയാണ് വണ്ടികളുടെ കേസിലും. ഒരാളെ വെച്ച് നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ ഉള്ളതുപോലെയല്ല 2 പേരെ വെച്ച്. 50 കിലോ ഒരു വണ്ടി വലിക്കുമ്പോൾ അത്രയും എനർജി വണ്ടിക്ക് ഇട്ടാൽ മതി. 100 കിലോ അതേ വണ്ടി വലിക്കുമ്പോൾ അത്രയും കൂടുതൽ എനർജി എടുക്കും. അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒറ്റക്ക് പോകണം എന്നുള്ളതല്ല, കൂടെ ഉള്ളവർ ഒഴിവാക്കണം എന്നുള്ളതല്ല. പറ്റുന്ന ഇപ്പോൾ അത്യാവശ്യമില്ല, നമുക്ക് റേഞ്ച് ക്രിട്ടിക്കൽ ആണെങ്കിൽ ഒറ്റക്ക് പോവുക, അല്ലെങ്കിൽ ലഗേജ് അത്രയും കുറയ്ക്കാൻ ശ്രമിക്കുക, ലോഡ് കുറയ്ക്കാൻ ശ്രമിക്കുക, ഡിപ്പെൻഡിങ് ഓൺ പ്രാക്ടിക്കാലിറ്റി. അതായത് നാളെ ഒരു സ്ഥലത്ത് പോകാണ്ട് ട്രിപ്പ് പോകാണ്ട് ബാഗും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി റേഞ്ചിന് വേണ്ടിയിട്ട് തുണികളൊന്നും കൊണ്ടുപോകണ്ടെന്ന് വിചാരിക്കണം. അങ്ങനത്തെ കേസല്ല. ഡിപ്പെൻഡിങ് ഓൺ പ്രാക്ടിക്കാലിറ്റി നമ്മൾ ലോഡ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ലോഡ് ഒരാളെ വെച്ച് നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന റേഞ്ച് അല്ല 5 പേരെ വെച്ച് കിട്ടുമ്പോൾ ഓടിക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഞാൻ 5 പേരെ വെച്ച് ഡെയിലി ഇൻഫോ പാർക്കിൽ ബ്ലോക്കും തിരക്കൊക്കെ ആയിട്ട് പോയിട്ട് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന 230 to 280 300 അടുത്താണ്. അതേസമയം ഞാൻ ഒറ്റക്കാണ് പോകുന്നതെങ്കിൽ നല്ല ടൈമൊക്കെയാണ്, അല്ലെങ്കിൽ സിമിലർ കണ്ടീഷൻസ് ആണെങ്കിൽ എനിക്ക് ഏറ്റവും കുറഞ്ഞത് 260 280 ഒക്കെ കിട്ടാറുണ്ട്. അതാണ് ലോഡിൻ്റെ ഒരു ഡിഫറൻസ്. പിന്നെ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ കണ്ടീഷനിങ്, AC നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാ വാഹനങ്ങളും പോലെ AC വർക്കാവാൻ അതിനനുസരിച്ച് കറണ്ട് എടുക്കും. അപ്പോൾ AC യൂസ് ചെയ്യാതിരിക്കണതാണ് എപ്പോഴും നല്ലത്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കാലിറ്റിയും കൺവീനിയൻസും നോക്കണം. AC ഇല്ലാതെ യൂസ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ AC നമ്മളൊരു ഒപ്റ്റിമൽ ടെമ്പറേച്ചറിൽ ഇട്ട് യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ പൊതുവെ ചെയ്യാറുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ചുട്ടുപഴുത്ത വെയിലാണ് എങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ മാക്സിമം ഒരു 22 23.5, ബ്ലോവർ മേ ബി 2 or 3. അതല്ല അത്ര അസഹനീയമായ വെയിലല്ല എങ്കിൽ ഞാനൊരു 25. ഞാൻ 25 ആണ് പൊതുവെ പ്രിഫർ ചെയ്യാറ്. ബ്ലോവർ 1 അപ്പോൾ നമുക്ക് കറണ്ട് യൂസേജ് കുറവായിരിക്കും. അതേസമയം നമ്മൾ ഈ പറയുന്ന പോലെ വണ്ടി ചുട്ട് പഴുത്തിരിക്കുന്ന ടൈമാണ്, നമ്മൾ ഇത് AC ഇടുന്ന ടൈമിലാണെങ്കിൽ കൂടുതൽ കറണ്ട് എടുക്കും. അതേസമയം കുറച്ചുകൂടെ കൂളറായിട്ടുള്ള ടൈമിലാണെങ്കിൽ അത്രയും കറണ്ട് എടുക്കില്ല. അപ്പോൾ നമ്മൾ രണ്ടും ശ്രദ്ധിക്കണം. AC ടെമ്പറേച്ചറും അതുപോലെ തന്നെ ബ്ലോവർ എത്ര സെറ്റ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് AC-യുടെ കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും പുറത്ത് നല്ല എന്താ പറയുക, ഒരു 20-22 ഡിഗ്രിയൊക്കെ നമ്മുടെ പുറത്ത്, അതായത് മീൻസ് നല്ല തണുപ്പാണെങ്കിൽ ആ ഒരു 22-21 തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ AC-ക്ക് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 22 പുറത്തുനിന്നുള്ള ടെമ്പറേച്ചറിനെ എയർ എടുത്തിട്ട് 18 കൊണ്ടുവരാൻ വേണ്ടി, തണുപ്പിക്കാൻ വേണ്ടി അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതേസമയം പുറത്ത് നമ്മൾ നോക്കുമ്പോൾ നല്ല ഒരു 26, 27, 28 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 25 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഇതേസമയം നല്ല ചുട്ട് പഴുത്ത് കിടക്കുകയാണ്, 30-32 ഡിഗ്രിയിൽ കിടക്കുന്നതെങ്കിൽ നമ്മൾ നേരെ 18 ഡിഗ്രിയിലേക്ക് വണ്ടിക്കകത്ത് ഇട്ടാൽ ഈ പുറത്തുള്ള 32 ഡിഗ്രീനെ വീണ്ടും 18 ഡിഗ്രി അകത്ത് വണ്ടി ആക്കാൻ വേണ്ടിയിട്ട് എയർ എടുത്ത് തണുപ്പിച്ച് നല്ലപോലെ പണിയെടുത്ത് വരുമ്പോൾ റേഞ്ച് നല്ലപോലെ ഇറങ്ങിപ്പോകും. ഞാൻ പറയുകയാണെങ്കിൽ പുറത്ത് എത്രയാണ് ടെമ്പറേച്ചർ അതിൽ നിന്ന് അതിൻ്റെ താഴെ സെറ്റ് ചെയ്യുക. അതായത് നമ്മുടെ കൺവീനിയൻസ് പോലെ കുറച്ച് താഴെ. നല്ല വെയിലുള്ള ടൈമൊക്കെ ആണെങ്കിൽ മേ ബി ഒരു 23, 24, 25 ആ റേഞ്ചിൽ സെറ്റ് ചെയ്യുക. തണുപ്പുള്ള ടൈമിലാണെങ്കിൽ പുറത്ത് എത്രയാണ് തണുപ്പ് അതിനനുസരിച്ച് വണ്ടിക്കകത്ത് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഹീറ്ററൊക്കെ ഇടാം. ഹീറ്ററൊക്കെ കറണ്ട് ചില സമയം കൺസ്യൂം ചെയ്യും. അപ്പോൾ AC-യുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഹീറ്ററിൻ്റെ കാര്യം പറയണമെന്ന് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി വിൻസറിൻ്റെ കേസിൽ സാധാരണ വണ്ടികളിൽ ഒരു എന്താ പറയുക, ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞൊരു സംഭവം വരാറുണ്ട്. പക്ഷേ വിൻസർ ഈ പറയുന്ന പോലെ ചൈനയിലെ വെതർ കണ്ടീഷനൊക്കെ വേണ്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഹീറ്റ് പമ്പ് വരുന്നില്ല, ഹീറ്റിംഗ് കോയിലാണ് വരുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ നെക്സോണൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ പറഞ്ഞു അവർക്ക് തണുപ്പുള്ള പുറത്ത് നല്ല തണുപ്പുള്ള ടൈമിൽ വണ്ടിക്കകത്ത് ഹീറ്റർ കുറച്ച് ചൂടിന് വേണ്ടി, കംഫർട്ടിന് വേണ്ടി നമ്മൾ ചൂടാക്കി ഇടുമ്പോൾ റേഞ്ച് ഡ്രോപ്പില്ല. പക്ഷേ വിൻസറിൽ നല്ല റേഞ്ച് ഡ്രോപ്പ് വരുന്നുണ്ട്. അതായത് പുറത്തൊരു 25 ഡിഗ്രിയിൽ നിൽക്കുകയാണ്,
നമ്മൾ വണ്ടിക്കകത്ത് അതിന് മേലേക്ക് സെറ്റ് ചെയ്തു 26, 27 ആ കുറച്ച് ചൂടായിക്കോട്ടെ എന്നൊരു സെറ്റ് ചെയ്താൽ നല്ല കറണ്ട് കൺസ്യൂം ചെയ്യും. കാരണം ഹീറ്റ് പമ്പില്ല, പകരം ഹീറ്റിംഗ് കോയിലാണ്. ഈ ഹീറ്റിംഗ് കോയിൽ ഒരുപാട് കറണ്ട് കൺസ്യൂം ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ വിൻസർ എടുത്താൽ തന്നെ 1%-ന് 3 കിലോമീറ്റർ കിട്ടിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് വിൻ്ററിൻ്റെ ടൈം ആയപ്പോൾ അത് 1.5 1.25 കുറഞ്ഞു, അല്ലെങ്കിൽ 2. അപ്പോൾ അന്ന് ഒരു കൺസേൺ ഉണ്ടായിരുന്നു, പെട്ടെന്ന് എന്താ പറ്റി, ബാറ്ററി കംപ്ലൈൻ്റ് ആയി. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് വിൻ്റർ ആയിരുന്നു. രാവിലെ വണ്ടി എടുക്കുമ്പോൾ 22 ഡിഗ്രിയൊക്കെയാണ് ടെമ്പറേച്ചർ. ശരിയാവും 25 യൂസ് ചെയ്യുന്നത്, ഞാൻ 25 അപ്പോൾ വണ്ടിക്കകത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഹീറ്റിംഗ് കോയിൽ വർക്ക് ചെയ്തപ്പോൾ ഒരുപാട് കറണ്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യുന്നതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വണ്ടിക്കകത്ത് എത്ര ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നു, AC എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ് വന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ, ബ്രേക്കിംഗ്, അതിൽ തന്നെ റീജൻ്റെ യൂസേജ്, പിന്നെ നമ്മൾ ലോഡിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ നമ്മൾ സംസാരിച്ചത് AC, അതുപോലെ തന്നെ ഹീറ്റിംഗ്, വണ്ടിക്കകത്ത് ടെമ്പറേച്ചർ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റൂട്ടാണ്. ഇപ്പോൾ എനിക്ക് ഈ വീട്ടിൽ നിന്ന് എറണാകുളം വരെ പോകണം. ഒരു റൂട്ടിൽ നല്ല ബ്ലോക്കാണ്, മറ്റ് റൂട്ടിൽ ബ്ലോക്കില്ല. അപ്പോൾ എല്ലാ വാഹനങ്ങളെയും പോലെ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഫ്രീ ആയിട്ട് ഏതിൽ ഓടിച്ചു പോകാൻ പറ്റുന്നു, അതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ടാണ് എല്ലാവരും ഹൈവേ റൈഡുകൾ പ്രിഫർ ചെയ്യുന്നത്. അതേ റീസണാണ് ഒന്ന്, ഈ പറയുന്ന പോലെ തിരക്കില്ലാത്ത റോഡുകൾ പിടിക്കുക. നമുക്ക് അധികം സ്റ്റോപ്പേജസ് വരാതെ സ്ലോ ചെയ്ത് സ്പീഡ് കൂട്ടി, സ്ലോ ചെയ്ത് സ്പീഡ് കൂട്ടി, നിർത്തി എഴഞ്ഞ് അങ്ങനെ പോണതിനൊരു ഹൈവേ റൂട്ട്സ് പിടിക്കാൻ ശ്രമിക്കുക. ഒന്ന്, ഇതെല്ലാം പ്രാക്ടിക്കലി നമ്മൾ നോക്കണം. പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റങ്ങളുള്ള റൂട്ടുകൾ മാക്സിമം ഒഴിവാക്കുക. ഫ്ലാറ്റ് റോഡുകൾ, നമുക്ക് ഈ എറണാകുളം ടു ആലപ്പുഴയൊക്കെ പോകുമ്പോൾ അല്ല കിഡിലെ റേഞ്ച് കിട്ടും. കാരണം കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് റോഡുകളാണ്, കയറ്റങ്ങളൊന്നും വരുന്നില്ല. ഇതല്ല എങ്കിൽ പിന്നെ നമ്മൾ പോകുന്ന റൂട്ടിൽ ഒരുപാട് കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോവുകയാണ്, ഒരു ഇറക്കത്തിലാണ് വീട്, അതായത് നമ്മൾ ഹൈ റേഞ്ചിൽ നിന്നാണ് നമ്മൾ താഴേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് ഈ പറയുന്ന പോലെ നല്ല റേഞ്ച് കിട്ടും, കറണ്ട് കാര്യമായിട്ട് ഒന്നും തന്നെ എടുക്കില്ല. അതേസമയം നമ്മൾ ആ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് തിരിച്ച് അപ്ഹില്ലാണ് പോകുന്നതെങ്കിൽ നമുക്ക് നല്ല റേഞ്ച് ഡ്രോപ്പ് വരും. അപ്പോൾ നമ്മൾ എടുക്കുന്ന റൂട്ടും നമ്മൾ ശ്രദ്ധിച്ചു വേണം എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എറണാകുളം ടു ട്രിവാൻഡ്രം പോകുമ്പോൾ ആലപ്പുഴ റൂട്ടുണ്ട്, കോട്ടയം റൂട്ടുണ്ട്, പത്തനംതിട്ട റൂട്ടുണ്ട്. റീസെൻ്റ്ലി ഞാൻ പോയത് പത്തനംതിട്ട റൂട്ടാണ്. ഈ 3 റൂട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഡിസ്റ്റൻസ് കൂടുതൽ പത്തനംതിട്ട റൂട്ടാണ്. പക്ഷേ കിടില റോഡുകളാണ്. എന്താണ് അതിൻ്റെ പേര്, മെയിൻ ഈസ്റ്റേൺ ഹൈവേ. എന്താ, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് റാന്നി കോന്നി വഴിയൊക്കെ. കുറച്ച് കയറ്റങ്ങൾ ഇറക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും കിടില റോഡ്, നമുക്ക് ബ്രേക്കിംഗ് ഒന്നും ചെയ്യാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന റോഡ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ വണ്ടിയിൽ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കേരളത്തിലാണ്, മിക്കപ്പോഴും മഴ പെയ്യുന്നതാണ്. 4-5 മാസം അല്ലെങ്കിൽ 5-6 മാസം കണ്ടിന്യൂസ്ലി പലപ്പോഴും മഴയൊക്കെ നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ നല്ല ശക്തമായിട്ടുള്ള മഴ മിക്കപ്പോഴും ഉള്ളൊരു ടൈമാണ്. മഴയത്ത് നമുക്ക് റേഞ്ച് കുറച്ച് കുറയും. അപ്പോൾ അത് അവിടെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ടെമ്പറേച്ചർ ഡ്രോപ്പിൻ്റെ ഡിഫറൻസ്, പിന്നെ റോട്ടിൽ വരുന്ന ഈ റെസിസ്റ്റൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മഴയത്ത് പൊതുവേ വാഹനങ്ങൾക്ക് റേഞ്ച് കുറയാറുണ്ട്. അത് പെട്രോൾ വാഹനമൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ മൈലേജ് നമ്മൾ മഴയില്ലാത്തൊരു കണ്ടീഷനിൽ ഓടിക്കുന്ന പോലെ അല്ല മഴയത്ത് എന്നുള്ളത്. പിന്നെ റേഞ്ചിന് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടി പ്രോപ്പറായിട്ട് ഓത്തറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ കൊടുത്ത് സർവീസ് ചെയ്ത് കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് റേഞ്ച് പിടിക്കാനുള്ളൊരു ടിപ്പല്ല, ഹെൽത്തി ആയിട്ട് വെക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ബാറ്ററി എപ്പോഴും ഹെൽത്തി ആയിട്ട് വെച്ചാൽ നമുക്ക് അത്രയും റേഞ്ച് കിട്ടും. നമ്മൾ മാക്സിമം AC ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ വീട്ടിലെ സ്ലോ ചാർജിങ് ചെയ്ത് DC ഫാസ്റ്റ് ചാർജിങ് ഒഴിവാക്കി വണ്ടി ഈ പറയുന്ന പോലെ വെയിലത്തൊക്കെ ഒരുപാട് നേരം എക്സ്പോസ് ചെയ്ത് ഇടാതെ അത്യാവശ്യം നല്ല ഒരു ഷെയ്ഡി ഏരിയയിൽ പാർക്ക് ചെയ്തിട്ടിട്ട് മാന്യമായിട്ട് ത്രോട്ടിലൊക്കെ കൊടുത്ത് ഓടിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അത്രയും ഹെൽത്തി ആയിട്ട് നമ്മുടെ ബാറ്ററി ഇരുന്നോളും. ബാറ്ററി എത്രത്തോളം ഹെൽത്തി ആണോ അത്രത്തോളം നമ്മുടെ ഡീഗ്രഡേഷൻ കുറവാകുമ്പോഴാണ് നമ്മൾ ബാറ്ററിനെ ഹെൽത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ വണ്ടി 15,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു, എൻ്റെ SOH is 97, വിച്ച് ഇസ് പ്രിറ്റി ഡീസൻറ്റ്. കാരണം ഇനീഷ്യലി കുറച്ചൊരു സ്റ്റീപ്പ് ഡ്രോപ്പ് ഉണ്ടാവും, പിന്നെ ഒരു 95-96 ഒക്കെ എത്തുമ്പോഴത്തേക്കും അത് സ്റ്റേബിൾ ആവും എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്.
നല്ലപോലെ കെയർ ചെയ്യണം നമ്മൾ വണ്ടീനെ. സർവീസ്, അതുപോലെ തന്നെ അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ AC ഫിൽട്ടർ കാര്യങ്ങൾ, സർവീസൊക്കെ പ്രോപ്പറായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് അതും റേഞ്ചിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യും. നമ്മളൊരു വണ്ടി വാങ്ങിച്ചിട്ട് നമ്മളൊന്നും കെയർ ചെയ്യാതെ, പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാതെ, ബാറ്ററി മര്യാദക്ക് സെൽ ബാലൻസിങ് ഒക്കെ ചെയ്ത്, AC ചാർജിങ് ഒക്കെ ചെയ്ത്, ഓവർനൈറ്റ് ചെയ്ത് സെൽ ബാലൻസിങ് ഒക്കെ ചെയ്യാതെ, DC ഫാസ്റ്റ് ചാർജിങ്ങിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഡീഗ്രേഡേഷൻ കൂടും, നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത് കുറയും, നമുക്ക് സ്വാഭാവികമായിട്ട് റേഞ്ച് ഡ്രോപ്പ് വരും. അത് ഒരു റേഞ്ച് ടെസ്റ്റ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇൻ ലോങ് ടേം നമ്മൾ ഈ പറയുന്ന പോലെ റേഞ്ച് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ഇരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് മിനിമൽ ആയിട്ടുള്ള റേഞ്ച് ഡ്രോപ്പ് മാത്രം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ, വണ്ടി ക്ഷമയോടുകൂടെ പ്രോപ്പറായിട്ട് ഓടിക്കുക, നല്ല കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് വണ്ടി മൊത്തത്തിലാണെങ്കിലും, അതിൻ്റെ ബാറ്ററി, അതിൻ്റെ ടയറാണെങ്കിലും, ടയർ പ്രഷർ, ഒരുപാട് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു. ആക്സിലറേഷൻ, അതായത് വണ്ടി പ്രോപ്പറായിട്ട് ഓടിക്കുക, ഒരുപാട് മൂപ്പിച്ച്, ഒരുപാട് ആക്സിലേറ്റർ. ശരിയാണ്, EV ആണ്, ടോർക്ക് കൂടുതലാണ്, ഓടിക്കാൻ രസമാണ്, എല്ലാവരും ഓട്ടിക്കാനൊക്കെ പറ്റും, വല്ലപ്പോഴൊക്കെ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇതൊരു സ്ഥിരം പരിപാടി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റേഞ്ചും കുറയും, ഹെൽത്തിനെയും അത് ബാധിക്കും. അപ്പോൾ അതുപോലെ ഒരു മയത്തിലൊക്കെ നമ്മൾ ഓടിക്കുക. വണ്ടി ഓടിക്കാൻ എടുക്കുന്നതിന് മുമ്പ് ടയർ പ്രഷർ ഉറപ്പുവരുത്തുക, സർവീസ് പ്രോപ്പറാക്കി വെക്കുക, വണ്ടി ക്ലീനാക്കി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വണ്ടിയിൽ കയറി കഴിയുമ്പോഴത്തേക്കും ടെമ്പറേച്ചറൊക്കെ നോക്കി വണ്ടിക്കകത്ത് സെറ്റ് ചെയ്യുക. പക്ഷെ നമ്മുടെ കൺവീനിയൻസും നോക്കണം, അങ്ങനെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മയത്തിൽ കാര്യങ്ങൾ ഓടിക്കുക. റീജനറേഷൻ ആണ് വേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ റീജനറേഷൻ ഇട്ടിട്ട് ബ്രേക്കിങ്ങിന് പകരം കൂടുതലും റീജനിൽ തന്നെ വണ്ടി നിൽക്കട്ടെ എന്ന് കരുതുക. വേറെന്താണ്? വേറെ ഈ പറയുന്ന പോലെ റൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ നല്ല റൂട്ട് സെലക്ട് ചെയ്യുക. അധികം സ്റ്റോപ്പേജസ് വരാത്ത, വലിയ ബ്ലോക്കുകളില്ലാത്ത, ഒരുപാട് കയറ്റങ്ങളൊന്നും ഇല്ലാത്ത സ്മൂത്ത് ആയിട്ടുള്ളൊരു റൂട്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്ത് ഓടിക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന റേഞ്ച് വീണ്ടും ഇമ്പ്രൂവ് ആകും. 100% റിസൾട്ട്സ് ഗ്യാരണ്ടീഡാണ്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായും റേഞ്ച് ഇമ്പ്രൂവ് ആവേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.